ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ബ്രൂസല്ല അല്ലെങ്കിൽ ബ്രൂസല്ലോസിസ് അല്ലെങ്കിൽ മാൾട്ട ഫീവർ അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ ഫീവർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു അസുഖമാണ്. ഇത് നമ്മുടെ മൈക്രോബയോളജിയിൽ അല്ലേ, നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിലും ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ ആണെങ്കിലും മൈക്രോബയോളജിയിൽ പ്രത്യേകിച്ച് ഫുഡ് ഇൻഫെക്ഷൻസിൽ അല്ലേ, ഫുഡ് ഇൻഫെക്ഷൻസ് കൊണ്ട് ഫുഡ് ഇൻടോക്സിക്കേഷൻസും പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ഫുഡ് ബോൺ ഇൻഫെക്ഷൻസിൽ വരുന്ന ഒരു അസുഖമാണ് ബ്രൂസല്ല എന്ന് പറയുന്നത്. കാരണം എന്താ, ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ ആ ബാക്ടീരിയ തന്നെയാണ് നമുക്ക് എന്തുണ്ടാക്കുന്ന അസുഖം ഉണ്ടാക്കുന്നത് അല്ലേ, അല്ലാതെ അതിൻ്റെ നേരത്തെ പ്രീഡിസ്പോസ് ചെയ്തപ്പെട്ട ടോക്സിനൊന്നും അല്ല നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇൻഫെക്ഷനായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഓക്കെ, അപ്പോൾ ഈ TA പോസ്റ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നമ്മൾ ഒന്ന് മുൻകൂട്ടി ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു പക്ഷേ ഈ ക്ലാസ്സോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ വരുന്ന മറ്റ് ക്ലാസ് എല്ലാം കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. പക്ഷേ അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു ഗൂഗിൾ മീറ്റ് സെഷൻ ഉണ്ടായിരിക്കും. എപ്പോഴും അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ ക്ലാസ് സഹകാരിയുടെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് മുന്നേ ഉള്ള നിങ്ങൾ റിസൾട്ടുകളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. വലിയ വലിയ റിസൾട്ടുകളാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അതായത് ഓഫ്ലൈൻ ക്ലാസ്സിൽ ഉള്ള കോഴ്സുകളിൽ പോലും ഓൺലൈൻ ക്ലാസ്സിലൂടെ പല ജില്ലകളിൽ നമുക്ക് 1-ാം റാങ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് ബേസിക്കലി നമ്മുടെ കുട്ടികളുടെ എഫേർട്ട് തന്നെയാണ്. പക്ഷേ അവരെ നയിക്കുന്നതിൽ ആ മെത്തേഡ് സിസ്റ്റത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാര്യം ഓരോ ദിവസവും നമ്മൾ എന്ത് പഠിക്കണം, എത്ര പഠിക്കണം എന്ന കാര്യത്തിൽ ഒരു കൃത്യത ഉണ്ടായിരിക്കും. ആ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അതായത് റെഗുലർ കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ. മാത്രമല്ല പരീക്ഷകൾ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. എക്സാമിനേഷൻ എഴുതാതുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾ എങ്ങും എത്തിക്കുകയില്ല. നോക്കട്ടെ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്കൊരു നിശ്ചിത സിലബസ് പഠിച്ച് കീഴടക്കി നമുക്കൊരു ജോലിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ കിട്ടുന്ന ഈ ടോപ്പിക്കിനെ കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഓരോരോ ചെറിയ ചെറിയ മൊഡ്യൂൾസ് അല്ല, ആക്ച്വലി ഞാൻ ലെസൺസ് ആണ് വിളിക്കുക, നമ്മൾ ലെസൺസ് ആയിട്ട് തിരിക്കണം. അപ്പോൾ അങ്ങനെ ലെസൺസ് ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കിട്ടുന്നത് ഇതുവരെ ആ ലെസണിൽ നിന്ന് എന്തെല്ലാം ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഇങ്ങനെയുള്ള പരീക്ഷകളിൽ അത് മനസ്സിലാക്കുക. പിന്നെ ഇനി എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, റെഫറൻസ് ടെക്സ്റ്റിന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റിനും മോഡൽ ക്വസ്റ്റിനും അടക്കം ഇനി ചോദിക്കാൻ സാധ്യതയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു ക്ലാസ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ആ ക്ലാസ് കണ്ടു കൃത്യമായി പഠിച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു പരീക്ഷ എഴുതി നമ്മൾ പെർഫോം ചെയ്ത് അതിനകത്ത് 100 സ്കോർ ചെയ്യുക. 100 മാർക്ക് ഉണ്ടാവത്തില്ല ഓരോ പരീക്ഷയിലും, മാക്സിമം 40, 30 അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. കാരണം ചെറിയ ചെറിയ ക്ലാസ്സുകളാണ് അല്ലേ. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസിൽ 100% സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കിത് സെറ്റാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രം പോരാ, റിവിഷനും കൂടെ അടിപൊളിയായിട്ട് അതിൻ്റെ കൂടെ നടക്കണം. കാര്യം എന്താ, ഇന്ന് പഠിച്ചത് നമ്മൾ നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആകുമ്പോൾ സുഖമായിട്ട് മറന്നു പോകും. നമ്മളെല്ലാവരും നന്നായിട്ട് മറവിയുള്ള ആൾക്കാരാണ് അല്ലേ. മറവിയെ അതിജീവിക്കാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, റെപ്യൂട്ടേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതെല്ലാം നമുക്ക് നേരിട്ട് പ്ലാൻ ചെയ്യാം. അതിനുവേണ്ടിയാണ് ഈ ഗൂഗിൾ മീറ്റ് നടക്കുന്നത്. ഗൂഗിൾ മീറ്റ് പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ എത്രമാത്രം ചെയ്യുക, താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങളുടെ പേര്, ജില്ല, അതുപോലെ നിങ്ങൾ നോക്കുന്ന കോഴ്സ് TA ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ TA എന്ന് പോസ്റ്റ് ചെയ്യുക. അതുപോലെ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആണെങ്കിൽ FSO എന്ന് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ തന്നെ ഉണ്ടാകും ഗൂഗിൾ മീറ്റിൽ. നമുക്ക് നേരിട്ട് കണ്ട് അതിനകത്ത് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ബ്രൂസല്ല ഈ അസുഖത്തിന് മറ്റൊരു ഇമ്പോർട്ടൻസ് കൂടെയുണ്ട്. വളരെയധികം സൂനോട്ടിക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു അസുഖമാണ് അല്ലേ. നമ്മുടെ ആനിമൽ ഹസ്ബൻഡറി ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെടുത്തി ഒക്കുപ്പേഷണലായിട്ടൊക്കെ വരുന്ന ഒരു സൂനോട്ടിക് ഇമ്പോർട്ടൻസ് ഉള്ള അസുഖമാണ്. സൂണോസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു ടേമാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകും. എന്താണ്, ഇൻ ബിറ്റ്വീൻ മറ്റുള്ള സ്പീഷീസ് ഓഫ് ആനിമൽസിനും അതുപോലെ മനുഷ്യർക്കും ഇടയിൽ പകരുന്ന അസുഖങ്ങളാണ് നമ്മൾ സൂണോസ് എന്ന് വിളിക്കുന്നത്. അതിന് പിന്നെ ഫർദർ ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട്. ആന്ത്രപ്പോസൂണോസ്, സൂ ആന്ത്രപ്പോണോസ്, അങ്ങനെ ക്ലാസിഫിക്കേഷൻ എല്ലാം ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഇപ്പോൾ അറിയണ്ട. എന്തായാലും ബ്രൂസല്ല എന്ന് പറയുമ്പോൾ ഒരു സൂനോട്ടിക് ഇമ്പോർട്ടൻസ് ഉള്ള അസുഖമാണെന്ന് നമുക്കറിയാം. എന്താ കാര്യം, ഇതൊരു ആന്ത്രപ്പോസൂനോട്ടിക് ക്ലാസിഫിക്കേഷനിൽ വരുന്നൊരു അസുഖമാണ്. അതായത് പ്രൈമറിലി ഒരു അനിമലിൻ്റെ അസുഖമാണ്. അത് സെക്കൻഡറി ആയിട്ട് നമ്മളിവിടെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചുള്ളതുകൊണ്ട് സൂ ആന്ത്രപ്പോണോസും ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ അസുഖങ്ങൾ പ്രൈമറിലി നമ്മളാണ് അസുഖത്തിൻ്റെ ഹോസ്റ്റ്. അത് മൃഗം കിട്ടുന്ന അസുഖങ്ങളും ഉണ്ട്, TB പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്താണ്, ഒരു സൂനോട്ടിക് ഡിസീസാണ് ബ്രൂസല്ല. ഇതിന് കാരണമാകുന്നത് ബ്രൂസല്ല അബോർട്ടസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയം കൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു അസുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഈ അസുഖത്തിൻ്റെ പ്രത്യേകത, എന്താണ് ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ നോക്കാം.
എന്താണ് പ്രത്യേകിച്ച് ഫുഡ് സേഫ്റ്റി വകുപ്പ് അല്ലേ? ഫുഡ് സേഫ്റ്റി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പാസ്ചറൈസ്ഡ് മിൽക്കാണ് സെല്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ലേ, നിങ്ങളുടെ ജൂറിസ്ഡിക്ഷനിൽ പാസ്ചറൈസ്ഡ് മിൽക്ക് മാത്രമേ ഉള്ളൂ, റോ മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ബ്രൂസെല്ലയുടെ പ്രശ്നമേ ഇല്ല. കാരണം സിമ്പിളായിട്ട് പാസ്ചറൈസേഷൻ ടെമ്പറേച്ചറിൽ 10 മിനിറ്റ് ചൂടാക്കിയാൽ മതി, എന്ത് ബ്രൂസെല്ല നശിച്ചു പോകും അല്ലേ? ബ്രൂസെല്ലോസിന് കാരണമാകുന്ന ബ്രൂസെല്ല അബോർട്ടസ് നശിച്ചു പോകും എന്നുള്ളതാണ് വളരെ സേഫ് ആയിട്ടുള്ള കാര്യം. എന്നാൽ കൂടിയും റോ മിൽക്കിന്റെ കൺസപ്ഷൻ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ? ഉദാഹരണത്തിന് നമ്മുടെ ചില പ്രസാദങ്ങൾ അല്ലേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അമ്പലത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ റോ മിൽക്ക് ഉപയോഗിക്കുന്ന പല സംഭവങ്ങളും ഉണ്ട്. അത് ഒന്ന്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു വൈകാരികതയുടെ ഭാഗമായിട്ട് ഒരു കുട്ടി വന്ന് ഒരു പശുവിൻ്റെ മുലയിൽ നിന്ന് പാല് കുടിച്ചാൽ പോലും അല്ലേ, അത്രയ്ക്ക് നല്ല ഇണക്കമുള്ള പശുവാണെങ്കിൽ, അല്ലെങ്കിൽ പശു തട്ടി കാളെ താഴെ കറയും, ചില ഫോട്ടോഷൂട്ടിന് വേണ്ടി അങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ടല്ലേ. എന്തായാലും റോ മിൽക്ക് ഈസ് ആൾവേസ് നോട്ട് സേഫ്, നിങ്ങൾ മനസ്സിലാക്കാം, ഒരിക്കലും സേഫ് അല്ല റോ മിൽക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈവൻ ഫ്രം ഡയറക്റ്റ് അടർന്ന് കുടിച്ചാൽ പോലും സേഫ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആസ്പെക്റ്റിലൊക്കെയാണ് നമ്മുടെ ജോലിക്ക് ഇവിടെ പ്രശ്നം വരുന്നത്. അങ്ങനെ ഒരു ആസ്പെക്റ്റ് ഉണ്ടാവാൻ നോക്കിയാൽ മതി. മാത്രമല്ല ചീസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ അല്ലേ, ചീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അൺപാസ്ചറൈസ്ഡ് മിൽക്ക് ഉപയോഗിച്ചും ചീസ് ഉണ്ടാക്കാറുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെയാണ് നമുക്ക് ഈ ബ്രൂസെല്ല ഫുഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഒരു സിറ്റുവേഷൻ കൂടെയുണ്ട്, ബ്രൂസെല്ല ബാധിച്ചിട്ടുള്ള ആനിമലിൻ്റെ മീറ്റ് കഴിച്ചാൽ നമുക്ക് എന്ത് വരാൻ സാധ്യതയുണ്ട്? ബ്രൂസെല്ലോസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. ബാക്കി എല്ലാ ആസ്പെക്ട്സും നമുക്ക് പരിശോധിക്കാം. ഓക്കെ, നോക്കാം. ബ്രൂസെല്ല ഫുഡ് ബോൺ ഇൻഫെക്ഷൻസിൽ നമ്മൾ എന്ത് പഠിക്കുന്നു? ബ്രൂസെല്ല അല്ലെങ്കിൽ ബ്രൂസെല്ലോസ് എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ അതിനു മുന്നേ അതിനൊരു ഷോർട്ട് ഹിസ്റ്ററിയിലേക്ക് നമുക്ക് പോകാം മക്കളെ. എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ജീനസ് ബ്രൂസെല്ല ഈസ് നെയ്മഡ് ആഫ്റ്റർ ശ്രീ ഡേവിഡ് ബ്രൂസ്. പേര് തന്നെ ഉണ്ട് അല്ലേ, ഡേവിഡ് ബ്രൂസ്. ഉണ്ടോ? സർ ഡേവിഡ് ബ്രൂസ്. ഇത് ഇപ്പൊ തന്നെ പഠിച്ചു പോകണം കേട്ടോ, ഇപ്പൊ തന്നെ പഠിച്ചു പോകണം. സർ ഡേവിഡ് ബ്രൂസിന്റെ പേരിനോട് ആസ്പദമാക്കിയാണ് ആ ബാക്ടീരിയക്ക് ബ്രൂസെല്ല എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ബ്രൂസ് വെയിൻ ക്യാരക്ടർ കേട്ടിട്ടില്ലേ? ആരാണ് നമ്മുടെ ബാറ്റ്മാന്റെ ക്യാരക്ടർ അല്ലേ, ബ്രൂസ് വെയിൻ അല്ലേ? ബാറ്റ്മാൻ ആണെന്ന് തോന്നുന്നു, ശരിയാണ്, യെസ് അതല്ലേ. നമുക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സർ ഡേവിഡ് ബ്രൂസ്, ഇനി മറന്നു പോകല്ല കേട്ടോ. ബ്രൂസെല്ല ദ ജീനസ് ബ്രൂസെല്ല ഈസ് നെയ്മഡ് ആഫ്റ്റർ സർ ഡേവിഡ് ബ്രൂസ്, ഹു ഈസ് ഇൻ 1887 ഇത് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് അല്ലേ. 1887 ഇത് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് മനസ്സിലാക്കുക. അതുപോലെ ഇതിന് മറ്റു പേരുകൾ നോക്കാം. ഇത് ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞു, നാൽക്കാലികളിൽ ഉണ്ടാക്കുന്ന അസുഖമാണ്. നാൽക്കാലി പ്രധാനമായിട്ടും ക്യാറ്റിലാണ് അബോർഷൻ കാണപ്പെടുന്നത്. അപ്പം ബ്രൂസെല്ല അബോർട്ടസ്, ആ പേര് തന്നെ ബ്രൂസെല്ല അബോർട്ടസ് അല്ലെങ്കിൽ ബ്രൂസെല്ല. ഓക്കെ ഫൈൻ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഇതിന് മറ്റു പേരുകൾ നമുക്ക് നോക്കാം. എന്തൊക്കെയായാലും ഈ നാൽക്കാലികളിൽ ഈ ബ്രൂസെല്ല എന്ന് പറയുന്ന ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്നത് കോമൺലി അബോർഷൻ സ്റ്റോമാണെന്ന് മനസ്സിലാക്കുക. അബോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതും 3rd ട്രൈമസ്റ്ററിലാണ് ഈ പ്രശ്നം ഉണ്ടാക്കുക കേട്ടോ. 3rd ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം നല്ല ഒരു കുട്ടിയായി അല്ലേ, നമുക്കൊരു നല്ലൊരു പശുക്കുട്ടിയെ കാണാൻ പറ്റും. ആ ഒരു സിറ്റുവേഷനിലാണ് എന്തുണ്ടാക്കുക? ഈ അബോർഷൻ സ്റ്റോം ഈ പറഞ്ഞ പ്രശ്നം ഇതുണ്ടാക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും ക്രോണിക് കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുകയില്ല, അത് പ്രശ്നം. ഇത് പനിയൊന്നും കാണിക്കുകയില്ല, അബോർഷൻ സ്റ്റോമാണ് ബ്രൂസെല്ലയുടെ കാരണം അല്ലെങ്കിൽ ബ്രൂസെല്ല വഴി ഉണ്ടാകുന്ന പ്രശ്നം. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം, വീക്കായിട്ടുള്ള കാഫ്സിനെ ഇത് പ്രസവിക്കും. അതിനുശേഷം അലോങ് വിത്ത് റിട്ടൻഷൻ ഓഫ് പ്ലാസെൻറ്റ, അതാണ് അതിൻ്റെ പ്രത്യേക ക്ലാസിക്കൽ സിംറ്റം. അതാണ്, അതായത് പ്ലാസെൻറ്റ കൃത്യമായിട്ട് പുറത്തു വരില്ല. അതുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ബ്രൂസെല്ല സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അതോടെ നിൽക്കട്ടെ, അത് വെറ്റിനറി സൈഡ്. എന്തായാലും നമുക്കിവിടെ നോക്കാം എന്താണ്. 1887 ഇത് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്. ഇത് അബോർഷൻ സ്റ്റോം ഉണ്ടാക്കുന്നത് ക്യാറ്റിലുകളിലും അതുപോലെ നാൽക്കാലികളിലുമാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇതൊരു ഫീവറാണ് ഉണ്ടാക്കുന്നത്. അതിനെ അണ്ടുലന്റ് ഫീവർ എന്ന് വിളിക്കുന്നു. എന്താണ്? അണ്ടുലന്റ് ഫീവർ എന്ന് വിളിക്കുന്നു അല്ലേ. മനുഷ്യരിൽ ഈ അസുഖം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാക്ടീരിയ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഫീവറാണ് അണ്ടുലന്റ് ഫീവർ എന്ന് വിളിക്കുന്നു. അണ്ടുലന്റ് ഫീവർ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കൂ, വളരെ കോംപ്ലിക്കേഷനാണ്. പ്രത്യേകിച്ച് ലോങ് ടേം സ്ട്രെപ്റ്റോമൈസിൻ പോലുള്ള ആൻറ്റിബയോട്ടിക്സ് നമ്മൾ എടുത്ത് മുടിയും. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ മാത്രമേ റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ, ഈ പറഞ്ഞ ബാക്ടീരിയ ആൻറ്റിബയോട്ടിക്സിന് റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. അതൊരു വലിയ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഇത് ആർക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നറിയാവോ? ഇത് ഏറ്റവും കൂടുതൽ വന്ന് വെറ്റിനറിയൻസിനും വെറ്റിനറിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മറ്റ് ആൾക്കാർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതിൻ്റെ കാരണമൊക്കെ ഞാൻ പറഞ്ഞുതരാം, അതുകൊണ്ട് നിൽക്കട്ടെ. എന്തായാലും കൂടുതൽ വെറ്റിനറി സൈഡിൽ പോകണം നമുക്ക്.
The genus Brucella is named after Sir David Bruce, who is in 1987 recognized its causative organs of undulant fever. അപ്പോൾ മറ്റുള്ള പേരുകൾ നോക്കാം. ബ്രൂസെല്ലോസിസ് എന്ന് വിളിക്കുന്നു, മാൾട്ട ഫീവർ എന്ന് വിളിക്കുന്നു, മെഡിറ്ററേനിയൻ ഫീവർ എന്ന് വിളിക്കുന്നു. ഇത് ഇപ്പൊ തന്നെ പഠിച്ചു പോകണം. ഒന്ന് കണ്ണടച്ച എല്ലാ പേരും ഒന്ന് കണ്ണടച്ചേ. എന്താണ് അൻഡുലന്റ് ഫീവർ, ബ്രൂസെല്ലോസിസ്, മാൾട്ട ഫീവർ, മെഡിറ്ററേനിയൻ ഫീവർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് മക്കളെ? ബ്രൂസെല്ലോസിസ് ആണ്. ഇപ്പൊ പഠിച്ചു പോകണം. 887 ഞാൻ 1987 ജനിച്ച ആളാണ്. എനിക്ക് 887 മറന്നു പോകത്തില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ നോക്കാം. സർ ഡേവിഡ് ബ്രൂസ് അല്ലെ, സർ ഡേവിഡ് ബ്രൂസിന്റെ പേരിന്റെ പിന്നിലാണ് എന്ത് ബ്രൂസെല്ല എന്ന് പറയുന്ന പേര് കൊടുത്തിരിക്കുന്നത് അല്ലെ. ആ പേര് കൊണ്ടാണ് ഇതിനെ ബ്രൂസെല്ല എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇദ്ദേഹമാണ് ഇത് റെക്കഗ്നൈസ് ചെയ്ത് 1887. അതിന്റെ മറ്റു പേരുകൾ മനസ്സിലാക്കി പോകാം. അൻഡുലന്റ് ഫീവർ, ബ്രൂസെല്ലോസിസ്, മാൾട്ട ഫീവർ, മെഡിറ്ററേനിയൻ പനി, ഇതെങ്ങനെ എല്ലാം വിളിക്കുന്നത് എന്താ? ബ്രൂസെല്ലോസിസ് അല്ലേ. ഓക്കെ ഫൈൻ. ഇനി നോക്കാം. ഈച്ച് ഓഫ് ദ 4 സ്പീഷീസ് ആർ ഹ്യൂമൻ പാത്തോജൻസ് ഈസ് അസോസിയേറ്റ് വിത്ത് പെർട്ടിക്കുലർ ആനിമൽ ഹോസ്റ്റ്. കണ്ടോ, ഓരോ ആനിമൽ ഹോസ്റ്റിനും പ്രത്യേകം സ്പീഷീസ് നോക്കാം. ബ്രൂസെല്ല അബോർട്ടസ്, ഞാൻ നേരത്തെ പറഞ്ഞ ബ്രൂസെല്ല അബോർട്ടസ് പ്രധാനമായിട്ട് ഏതിനാണ്? ക്യാറ്റിലിനെയാണ് ബാധിക്കുന്നത് കേട്ടോ. ക്യാറ്റിലിനെയും അതുപോലെ നമ്മുടെ നമ്മുടെ ബഫല്ലോയ്ക്കും വരുന്നത് എന്താണ്? ബ്രൂസെല്ല അബോർട്ടസ് തന്നെയാണ്. അതുപോലെ ബ്രൂസെല്ല മിലിറ്റൻസിസ് ഷീപ്പ് ആൻഡ് ഗോട്ട് ആണ് വരുന്നത് കേട്ടോ. മിലിറ്റൻസിസ് എന്നാണ് ഷീപ്പിനെ ഗോട്ടിനെ ബാധിക്കുന്ന ബ്രൂസെല്ല സ്പീഷീസ് ആണ് എന്താ? ബ്രൂസെല്ല മിലിറ്റൻസിസ്. അതുപോലെ ബ്രൂസെല്ല സുയിസ് അല്ലേ, സുയിസ് അത് നമുക്ക് അറിയാൻ പറ്റും. പിഗ്, സ്വൈൻ, സ്വൈൻ എന്ന് പറയല്ലേ, സ്വൈൻ നമുക്കറിയാം, പെഗിന്റെ പേരാണ് സ്വൈൻ. അപ്പോൾ സുയിസ് മറക്കില്ല. ബ്രൂസെല്ല അബോർട്ടസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പശുക്കുട്ടി, കാറ്റിൽ അബോർഷൻ സ്റ്റോം, ഇത് ഓർത്താൽ മതി അല്ലേ. ഫൈൻ. അതുപോലെ ബ്രൂസെല്ല മിലിറ്റൻസിസ് ഷീപ്പ് ആൻഡ് ഗോഡ്സ്, അതുപോലെ ബ്രൂസെല്ല സുയിസ് പിഗ്സ് അല്ലേ. അതുപോലെ ബ്രൂസെല്ല കാനിസ് നമുക്കറിയാം എന്താണ്? കനൈൻസ് അല്ലേ. കനൈൻസ് എന്ന് പറയുന്നത് എന്താണ്? കനൈൻസ് ഓഫ് കോഴ്സ് നമ്മുടെ കാർണിവേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഈ പറഞ്ഞ പട്ടിയൊക്കെയാണ് കനൈൻസിൽ വരുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ബ്രൂസെല്ല അബോർട്ടസ് കാറ്റിലിനെ ബാധിക്കുന്നു, ബ്രൂസെല്ല മിലിറ്റൻസിസ് ഷീപ്പിനെയും ഗോട്ടിനെയും ബാധിക്കുന്നു, ബ്രൂസെല്ല സുയിസ് പിഗ്സിനെ ബാധിക്കുന്നു, ബ്രൂസെല്ല കാനിൻസിന്റെ ഡോഗ്സിനെയൊക്കെ ബാധിക്കാൻ ബ്രൂസെല്ല കാനിസ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇതിന്റെ മറ്റ് പേരുകൾ പഠിച്ചിട്ടേ പോകാവേ. മാൾട്ട ഫീവർ, എസ്പെഷ്യലി മാൾട്ട ഫീവർ ആൻഡ് മെഡിറ്ററേനിയൻ ഫീവർ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ അല്ലേ. അതുപോലെ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതങ്ങനെ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എന്നാലും നമുക്കൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ബ്രൂസെല്ല അബോർട്ടസ് എന്തിനെ ബാധിക്കുന്നത്? ക്യാറ്റിലിനെയും അതേപോലെ ബഫല്ലോനെയും ബാധിക്കുന്നത് അല്ലേ. ബഫല്ലോനെയും ബാധിക്കുന്നത് എന്താണ്? ബ്രൂസെല്ല അബോർട്ടസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി നോക്കാം. ബ്രൂസെല്ലോസിസ് is principally contracted from close association with infected animals and is occupational disease of farmers, herdsmen, veterinarians and slaughterhouse workers. അതൊരു സൂണോട്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതിനോടൊപ്പം അറ്റ് ദ സെയിം ടൈം അതൊരു ഒക്കുപ്പേഷണൽ ഡിസീസ് കൂടെയാണ് അല്ലേ. കാരണം എന്താ? കാറ്റിലിനെ വളർത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഒക്കുപ്പേഷൻ ആണല്ലേ. അതുപോലെ എന്താണ്? ഷീപ്പിനെയും ഗോട്ടിനെയും വളർത്തുക എന്ന് പറയുമ്പോൾ ഒരു ഒക്കുപ്പേഷൻ ആണ്. അപ്പോൾ ഇതിന്റെ മുഖ്യ പകർച്ച അല്ലെ, പ്രിൻസിപ്പലി കോൺട്രാക്റ്റഡ് ഫ്രം എന്താ? ക്ലോസ് അസോസിയേഷൻ വിത്ത് ഇൻഫെക്റ്റഡ് ആനിമൽസ് ആണ്. അപ്പോൾ വെറുതെ നമ്മൾ അനിമലിൻ്റെ അടുത്ത് പോയത് നമുക്ക് വരികയില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ പേടിക്കണ്ട. അനിമൽ നമ്മൾ ഹാൻഡിൽ ചെയ്താലോ അതിൻ്റെ എന്താ എയർബോൺ ഇൻഫെക്ഷൻ ഒന്നും വരികയില്ല. എപ്പോഴും അതിൻ്റെ ഏറ്റവും കൂടുതൽ കണ്ടാമിനേഷൻ വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ ബാധിക്കാൻ സാധ്യതയുള്ളത് ആഫ്റ്റർ ഈ എന്താണ് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ അബോർഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അബോർഷൻ ഉണ്ടായതിന് ശേഷമുള്ള അതിൻ്റെ ബെഡിങ്സോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എന്താണ് പ്ലാസൻ്റ റീറ്റെയിൻ ചെയ്യപ്പെടും, അത് പുറത്തേക്ക് വരത്തില്ല, എക്സ്പ്രഷൻ കംപ്ലീറ്റ് ആവത്തില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഉറപ്പായിട്ടും ആൾക്കാർ വെറ്റിനറി എയ്ഡ് തേടും. വെറ്റിനറി എയ്ഡ് തേടുമ്പോഴത്തേക്ക് വെറ്റിനറിയൻസ് ചെന്നിട്ട് അത് മാനുവലി അത് റിമൂവ് ചെയ്യാനൊക്കെ ശ്രമിക്കും. അപ്പോൾ അത്യാവശ്യം പ്രാക്ടീസ് ഉള്ള ആളാണ്. സിംറ്റംസ് എല്ലാം നോക്കാം, ബ്രൂസിലെ സസ്പെക്ട് ചെയ്താൽ എടുക്കുകയില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലെല്ലാം എടുക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു ഒക്കുപ്പേഷണൽ ഡിസീസ് കൂടെയാണ് ബ്രൂസെല്ല എന്ന് പറയുന്നത് അല്ലേ. ബ്രൂസെല്ല എന്തൊക്കെയാണ്? അതൊരു സൂണോട്ടിക് ഡിസീസാണ്, അതൊരു ഒക്കുപ്പേഷണൽ ഡിസീസാണ് അല്ലേ, അത് ഇൻഫെക്ഷസ് ഡിസീസാണ് നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള എല്ലാ പ്രത്യേകതകളും എന്തുണ്ട്? ബ്രൂസെല്ലയ്ക്ക് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ആർക്കൊക്കെ ബാധിക്കാം? ഫാർമർക്ക് ബാധിക്കാം, ഹെർഡ്സ്മെന് ബാധിക്കാം, വെറ്റിനറിയൻസിന് ബാധിക്കാം, സ്ലാട്ടർ ഹൗസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് ബാധിക്കാം. അതുപോലെ ഇറ്റ് ക്യാൻ ആൾസോ ബി കോൺട്രാക്ട് ബൈ കൺസംഷൻ ഓഫ് മിൽക്ക് ഓർ മിൽക്ക് പ്രൊഡക്ട്സ് ഫ്രം ആൻ ഇൻഫെക്റ്റഡ് ആനിമൽ അല്ലേ. ഒരു ഇൻഫെക്റ്റഡ് ആനിമലിൽ നിന്നുള്ള എന്താണ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ട്സ് നമ്മൾ എങ്ങനെ അൺപാസ്ചറൈസ്ഡ് ആയിട്ട് അല്ലെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാം. അത്രയാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു കോൺട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇനി പ്രധാനമായിട്ട് നമുക്ക് ഇതിൻ്റെ ഓർഗാനിസത്തിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറുകളിലേക്ക് പോകാം. കുറച്ചധികം ക്യാരക്ടർ ഉണ്ട്, നമുക്ക് വേണ്ടുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബ്രൂസെല്ല ആർ ഗ്രാം നെഗറ്റീവ്. ഗ്രാം സ്റ്റെയിനിങ് വെച്ചിട്ട് ഇതിനെ പിടിക്കാൻ പറ്റുകയില്ല, ഗ്രാം നെഗറ്റീവ് ആണ്.
ശ്രദ്ധിക്കൂ, ഗ്രാം നെഗറ്റീവ് മറന്നുപോലെ. ഷോർട്ട് ഓവൽ ഓർ റോഡ് ഷേപ്പ്ഡ്. ഷോർട്ട് കണ്ടോ, നീളം കുറഞ്ഞതാണ്. ഓവൽ അല്ലെങ്കിൽ ഒരു റോഡ് ഷേപ്പ്ഡ്. ഇത് റോഡ് ഷേപ്പ് അതിൽ കൂടുതലും കാണും. അപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലും കാണും കേട്ടോ, ഇതൊരു ഓവൽ ഷേപ്പിലും കാണും. ഓക്കെ, ഷോർട്ട് ഓവൽ ഓർ റോഡ് ഷേപ്പ്ഡ്. നോൺ മോട്ടൈൽ കണ്ടോ, അതിൽ വലിയ ഫ്ലജല്ലേ ഒന്നും ഇല്ല അല്ലേ. അപ്പോൾ എന്താണ്, നോൺ മോട്ടൈലാണ്. അതുപോലെ എന്താണ്, ഗ്രോസ് ഒപ്റ്റിമലി അറൗണ്ട് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. കണ്ടോ, നമ്മുടെ ആ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനങ്ങനെ വളരാൻ പറ്റിയ ടെമ്പറേച്ചറാ അല്ലേ. അതുപോലെ കിൽഡ് ബൈ ഹീറ്റിംഗ് അറ്റ് 63 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഫോർ 7 to 10 മിനിറ്റ്സ്. കണ്ടോടാ, ഞാൻ പറഞ്ഞില്ലേ 15 മിനിറ്റ് നമ്മളിത് പാസ്ചറൈസേഷൻ ചെയ്യുമ്പോഴത്തേക്കും സംഭവം ചത്തുപോകും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാസ്ചറൈസ്ഡ് മിൽക്ക് ഉപയോഗിച്ച് നിങ്ങൾ ഷേക്ക് അടിച്ച് കുടിച്ചോ കുഴപ്പമില്ല. മിൽമയിൽ നിന്ന് കിട്ടുന്നതൊക്കെ പാസ്ചറൈസ്ഡ് മിൽക്കാണ്, ഉറപ്പാണ്, സംശയമൊന്നുമില്ല കാര്യത്തിൽ. കാരണം അത്രയും നല്ല സോഫിസ്റ്റിക്കേറ്റഡ് മെഷീനറിയൊക്കെ വെച്ചാണ് പാസ്ചറൈസേഷൻ ചെയ്യുന്നത് കേട്ടോ. അതിനകത്തൊന്നും ഒരു പാസ്ചറൈസേഷൻ എഫിഷ്യൻസി കുറയാൻ സാധ്യതയില്ല എന്നാണ് കരുതേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഷേക്കൊക്കെ ആൾക്കാർ ധൈര്യമായിട്ട് കുടിക്കുന്നത്. അല്ലെങ്കിൽ മിൽമയിലേക്ക് പൂൾ ചെയ്ത് കൊണ്ടുപോകുന്ന മിൽക്കിൽ ഉറപ്പായിട്ട് എന്തുണ്ടാവും, ഇവനുണ്ടാവാൻ സാധ്യതയാണ്. കാര്യം ഇറ്റ് ഈസ് വൈഡ്ലി പോപ്പുലേറ്റഡ്, ഇഷ്ടമാതിരി ഉണ്ട്. ഞാൻ സർവീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളൊരു നമ്മുടെ പഞ്ചായത്തിലുള്ള സൊസൈറ്റിയിൽ പോയിട്ട് നമ്മൾ റിംഗ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. റിംഗ് ടെസ്റ്റ് നടത്തിയപ്പോഴത്തേക്ക് എത്ര പോസിറ്റീവ് കേസാണെന്നറിയാവോ? റിംഗ് ടെസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉണ്ട്, ഇതിവിടെ ഉണ്ട്. കാരണം ഇതിന് നമുക്ക് വേറെ അസുഖത്തിൻ്റെ സിംറ്റംസ് ഒന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ ക്യാരിയേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ ഒരു കാര്യം എടുത്തു പറയുന്ന, ഒരു കാരണവശാലും നിങ്ങൾ സൊസൈറ്റി അതുപോലുള്ള മിൽക്ക് പൂൾ ചെയ്യുന്ന സ്ഥലത്താവട്ടെ വേറെ എവിടെ നിന്നും ആയിക്കോട്ടെ, ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, റോ മിൽക്ക് കൺസ്യൂം ചെയ്യാൻ അനുവദിക്കരുത് കേട്ടോ. ഇത് മാത്രമല്ല, വേറെ പല കാരണങ്ങളുണ്ട്, അതിലേക്ക് വരാം. എന്തായാലും ബ്രൂസെല്ല ആർ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസ് ആൻഡ് ഷേപ്പ് എന്താണ്, ഷോർട്ട് ഓവൽ ഓർ റോഡ് ഷേപ്പ്ഡ്. അതുപോലെ നോൺ മോട്ടൈൽ ആണ്, ശ്രദ്ധിക്കുക. അതുപോലെ ഗ്രോസ് ഒപ്റ്റിമലി അറൗണ്ട് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആൻഡ് കിൽഡ് ബൈ ഹീറ്റിംഗ് അറ്റ് 63 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഫോർ 7 to 10 മിനിറ്റ്സ്. ഈ ടെമ്പറേച്ചർ ആൻഡ് ടൈം കോമ്പിനേഷൻ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ പാസ്ചറൈസേഷൻ്റെ കാര്യം ഓർത്തിരുന്നാൽ മതി അല്ലേ. ഏറെക്കുറെ സെയിം അതിൻ്റെ താഴെയാണ് വരുന്നത് അല്ലേ. ഓക്കെ അല്ലേടാ, ഓക്കെ അല്ലേ. എൽ ടി ഓർത്താൽ മതി. എൽ ടി അല്ലേ, ലോ ടെമ്പറേച്ചർ. അപ്പോൾ ഒന്ന് കണ്ണടച്ച എല്ലാവരും. ബ്രൂസെല്ല ആർ എന്താ, ഗ്രാം സ്റ്റെയിനിങ് എന്താണ്, ഗ്രാം സ്റ്റെയിനിങ് നെഗറ്റീവ് ആണ്. ഷോർട്ട് നീളം കുറഞ്ഞ റോഡ് ഓർ ഓവൽ ഷേപ്പ്ഡ് ആണ് അല്ലേ. ഇനി അടുത്ത് എന്താ നമ്മൾ പഠിച്ചത്, ഒന്നോർത്തൊക്കെ എന്താ പഠിച്ചത്, നോൺ മോട്ടൈൽ ആണ് അല്ലേ, നോൺ മോട്ടൈൽ ആണ്. ഓക്കെ ഫൈൻ. അടുത്തത് ടെമ്പറേച്ചർ, ഏത് ടെമ്പറേച്ചറിലാ സർവൈവ്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രിയിൽ പടപടാന്ന് വളരും അല്ലേ. യെസ്, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ്. അങ്ങനെ ചുമ്മാ വളരെയില്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അതിന് കുറച്ച് കാരണമുണ്ട്. അതിനൊരു ഫാസ്റ്റിഡിയസ് ഓർഗാനിസം ആണത്. ഇനി പറഞ്ഞുതരാം. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ എന്താ പഠിച്ചത്, കിൽഡ് ബൈ എന്താണ്, എത്ര സെൻറ്റിമീറ്ററിൽ 63 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമ്മൾ 12 മുതൽ 15 മിനിറ്റ് അല്ലേ, തന്നെ ഉറപ്പ് തന്നെ കറക്റ്റ് അല്ല, 7 മുതൽ 10 മിനിറ്റ്. ഓക്കെ, 63 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 7 മുതൽ 10 മിനിറ്റ് നമ്മൾ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഈസി ആയിട്ട് കൊല്ലാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ കണ്ണടച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേടാ, ഓക്കെ അല്ലേ, അടിപൊളിയല്ലേ, സെറ്റാണെന്ന് കരുതും. നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പാത്തോജൻസിസ് ആൻഡ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ചുരുക്കം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. നമ്മളിത് ഒരുപാട് വലിച്ചു കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് മുഴുവൻ അതുപോലെ പഠിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. നോക്കാം. ബ്രൂസെല്ലിസ് പ്രൊട്രാക്റ്റഡ് ആൻഡ് ഡെബിലിറ്റേറ്റിംഗ് ഇൽനെസ്. പ്രൊട്രാക്റ്റഡ് ഇൽനെസ് അല്ലേ, ഇത് ഇത്രയേ ഉള്ളൂ. പ്രൊട്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ പക്കാ അർത്ഥം പറഞ്ഞാൽ വലിച്ചു നീട്ടപ്പെട്ട, അതാണ് അവസ്ഥ. ഇതിന് അവസാനമുണ്ടോ, ആദ്യമുണ്ടോ, അന്തമുണ്ടോ, കുറേ കാലം നീണ്ടു നിൽക്കുന്നൊരു അസുഖമാണത്. ഡെബിലിറ്റേറ്റിംഗ് ആണ്, ക്ഷീണം, ഒന്നിനും വയ്യാത്തൊരവസ്ഥ. അതാണ് ലാസിറ്റ്യൂഡ് എന്ന് പറയുന്ന പോലെ. അതുപോലെയാണ് അവസ്ഥ. എന്താണ്, ക്ഷീണം, പ്രത്യേകിച്ച് എന്താണ് വീക്കായി മാറുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഒരു ഓജസ്സും തേജസ്സെല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരു അസുഖമാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ക്യാരക്ടറൈസ്ഡ് ബൈ എൻ ഇൻക്യുബേഷൻ പീരീഡ്. ഇതാണ് പഠിച്ചിരിക്കേണ്ടത്. 1 to 6 വീക്സ് അല്ലേ, 1 മുതൽ 6 ആഴ്ച കാലമാണ് എന്താ ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഫോളോഡ് ബൈ എ ക്രോണിക് റിലാപ്സിംഗ് ഫീവർ വിത്ത് അക്കമ്പനിയിങ് ലാസിറ്റ്യൂഡ്, സ്വെറ്റ്സ്, ഹെഡേക്ക്, കോൺസ്റ്റിപ്പേഷൻ, അനറക്സിയ, പെയിൻസ് ഇൻ ലിംസ് ആൻഡ് ബാക്ക് ആൻഡ് വെയിറ്റ് ലോസ്. ഒന്നും കാണാൻ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ 1 to 6 വീക്സ് ആണ് എന്താ എൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. പിന്നെ ഒരു സംഭവമുണ്ട്, ഈ പനി അങ്ങോട്ട് കുറഞ്ഞാൽ പിന്നെ അടുത്തൊരു ബൗട്ട് ഓഫ് ഫീവർ വരും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതാണ് അതിന് അന്തമില്ലാതെ ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കും. അതാണ് ഞാൻ പറഞ്ഞ ട്രീറ്റ്മെൻറ്റും അതേപോലെ നമുക്ക് ഒരുപാട് കാലം നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും. നമുക്കറിയാം സ്ട്രെപ്റ്റോമൈസിനൊക്കെ പോലുള്ള ആദ്യകാല ആൻറ്റിബയോട്ടിക്കുകൾ ഇത്രയും ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഭയങ്കര ഹെവിയാണ് അല്ലേ.
ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യത്തിൽ നമ്മളൊരു കാര്യം പ്രത്യേകം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് ഒരിക്കലും അബ്യൂസ് ചെയ്യരുത് കേട്ടോ, അബ്യൂസ് ചെയ്യരുത്. കാര്യം നമ്മുടെ മാനവരാശി ഇനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എഴുതി വെച്ചോ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആയിരിക്കും. ആൻറ്റിബയോട്ടിക് ഇൻസെൻസിറ്റീവായി മാറും. നമ്മുടെ വരുന്ന രോഗകാരികളെല്ലാം ആൻറ്റിബയോട്ടിക്കിനോട് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പല ഹോസ്പിറ്റൽ അക്വേർഡ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് നിങ്ങൾ തന്നെ ഈ അടുത്ത കാലത്ത് നമുക്ക് ഏതോ കേന്ദ്രമന്ത്രി ഒരു ആശുപത്രിയിൽ ചികിത്സയിലായതിനു ശേഷം അവിടുന്ന് ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ വന്ന് മരിച്ചുപോയ കഥ ഓർമ്മയുണ്ട്. പേര് ഞാൻ മറന്നുപോയി. ചെന്നൈയിൽ ഏതോ വളരെ പേര് കേട്ട ആശുപത്രി. കാരണം വേറൊന്നുമല്ല, കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കിനോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ശരീരം, അല്ലെ ഈ പറഞ്ഞ ഓർഗാനിസം പ്രതികരിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആൻറ്റിബയോട്ടിക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും നമ്മൾ കൺസർവേറ്റീവായിട്ട് അത് യൂട്ടിലൈസ് ചെയ്താലേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കിൽ പോയി ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ യൂസേജ് പറഞ്ഞാണ് പോയത്. ഓക്കെ ഫൈൻ. അപ്പോൾ നോക്കാം, നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നോക്കാം, 1 to 6 വീക്സ് അല്ലേ, 1 to 6 വീക്സ് ഇൻക്യുബേഷൻ പീരീഡ് എങ്ങനെയാണ്, 1 മുതൽ 6 ആഴ്ച കാലം വരെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ബാക്കി അസുഖത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാലം ഉണ്ടാവും, ഡെബിലിറ്റേറ്റിംഗ് ആയിരിക്കും അല്ലേ. അതുപോലെ എന്താണ്, ക്രോണിക് റിലാപ്സിങ് ഫീവർ ഉണ്ടായിരിക്കും, പിന്നെയും വന്നുകൊണ്ടിരിക്കും. അതുപോലെ അക്കമ്പനിങ് ലാസിറ്റ്യൂഡ് അല്ലേ, ഭയങ്കരമായ ഒരു ക്ഷീണം, സെറ്റ്സ്, വിയർപ്പ്, ഹെഡേക്ക്, തലവേദന, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, അതുപോലെ അനോറക്സിയ, എന്താണ് നമുക്ക് വിശപ്പില്ലായ്മ, പെയിൻസ് അല്ലേ, വേദന കാലിലും കയ്യിലും ബാക്കിലൊക്കെ ബാക്ക് പെയിൻ, അതെല്ലാം അതിനോടൊപ്പം വെയിറ്റ് ലോസ് എല്ലാം ഉണ്ടാകുന്ന ഒരു അസുഖമാണെന്ത് നമ്മുടെ ബ്രൂസെല്ലോസിസ് എന്ന് പറയുന്നത്. അതുപോലെ ട്രീറ്റ്മെൻറ്റ് ഈസ് കോമൺലി വിത്ത് മിക്സ്ചർ ഓഫ് ടെട്രാസൈക്ലിൻ ആൻഡ് സ്ട്രെപ്റ്റോമൈസിൻ അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു ടെട്രാസൈക്ലിൻ സ്ട്രെപ്റ്റോമൈസിൻ പോലുള്ള ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അതും ലോങ് ടേം നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വലിച്ചു വാരി കൊടുത്തു. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് 1 മുതൽ 6 ആഴ്ച കാലയളവാണ്, മറന്നു പോകരുത്. 1 മുതൽ ഒരു ദിവസമല്ല മക്കളെ, 1 മുതൽ 6 ആഴ്ച കാലയളവാണ്. അതുപോലെ ടെട്രാസൈക്ലിൻ സ്ട്രെപ്റ്റോമൈസിനൊക്കെയാണ് അതിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഐസൊലേഷൻ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ നോക്കാം. സാധാരണ നമ്മൾ ഈ കോറുള്ള എല്ലാ ബാക്ടീരിയയും നമ്മൾ സാധാരണയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് എന്തായാലും നോക്കാം, എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. ബ്രൂസെല്ല ആർ ക്വൈറ്റ് ഫാസ്റ്റിഡിയസ് ഓർഗാനിസംസ്. എന്താ ഫാസ്റ്റിഡിയസ് എന്ന് പറഞ്ഞാൽ യവനെ സന്തോഷിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഇത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞത്? അപ്പോൾ വേറൊരു ടേമിൽ നമുക്ക് പറയാം, നമുക്ക് ഇത്രയേ ഉള്ളൂ. ഫാസ്റ്റിഡിയസ് ഓർഗാനിസം എന്ന് പറയുമ്പോഴത്തേക്ക് അവ ചുമ്മാ നമ്മൾ കൺവെൻഷണൽ ആയിട്ട് ലബോറട്ടറിയിൽ മീഡിയയിൽ വെച്ച് കൊടുത്താൽ എന്താവില്ല, അവ ഗ്രോത്ത് സംഭവിക്കില്ല. അതൊന്നും പോരാ അവനെ സന്തോഷിപ്പിക്കാൻ അല്ലേ. സാധാരണ ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു മീഡിയം കിട്ടി, അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ഫ്ലെയർ അപ്പ് ചെയ്യും. ഇതങ്ങനെയല്ല. എന്താണ്, ബ്രൂസെല്ല ആർ ക്വൈറ്റ് ഫാസ്റ്റിഡിയസ് ഓർഗാനിസംസ് അല്ലേ. ഫാസ്റ്റിഡിയസ് ആണ്, അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കംഫർട്ട് സോണിൽ മാത്രമേ അവർ എന്ത് ചെയ്യത്തുള്ളൂ, ഫ്ലെയർ അപ്പ് ചെയ്യത്തുള്ളൂ, വളരത്തുള്ളൂ അല്ലേ. ദേ ഡു നോട്ട് ഗ്രോ ഇൻ കൺവെൻഷണൽ ലബോറട്ടറി മീഡിയ. സോ അതുകൊണ്ട് തന്നെ ലിവർ ഇൻഫ്യൂഷൻസ് ഓർ കാഫ് സീറം ആർ നോർമലി ആഡഡ് ടു നമ്മുടെ ലബോറട്ടറി മീഡിയയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും അല്ലേ, കൾച്ചർ മീഡിയയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. നോക്കാം, ദ ഓർഗാനിസംസ് ഗ്രോ സോലി ആൻഡ് കൾച്ചേഴ്സ് ആർ നോർമലി ഇൻക്യുബേറ്റഡ് ഫോർ 3 വീക്സ് ബിഫോർ ദേ ആർ കൺസിഡേർഡ് നെഗറ്റീവ് അല്ലേ. അതാ പറഞ്ഞത്, എന്നാൽ കൂടിയും അത് പതുക്കെ വളരത്തുള്ളൂ. 3 ആഴ്ചയൊക്കെ ഇതിനെ കൾച്ചർ ചെയ്തിട്ടും പിന്നെയും ഗ്രോത്ത് ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് ആ സാമ്പിളിൽ നെഗറ്റീവ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി നമുക്ക് ഇത്തരത്തിലുള്ള ഐസൊലേഷൻ ഇമ്പോസിബിൾ ആണ്. ഒരു ഫുഡ് സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ബ്രൂസെല്ല ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇതിനെ കൾച്ചർ ചെയ്ത് നോക്കിയിട്ടാണ് തീരുമാനിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയ കാര്യമാണ്. അപ്പോൾ നമുക്ക് എവിടെയാണ് പ്രധാനമായിട്ടും പ്രശ്നം വരുന്നത്, മിൽക്കിലാണ് പ്രധാനമായിട്ടും പ്രശ്നം വരുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് റിംഗ് ടെസ്റ്റ് ഉപയോഗിക്കാം. ഇത് ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, റിംഗ് ടെസ്റ്റ്. ഇതൊരു സീറോളജിക്കൽ ടെസ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഒരു സീറോളജിക്കൽ ടെസ്റ്റ് മാത്രമാണിത്. കൺഫർമേറ്ററി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അല്ലേ. കൺഫർമേറ്ററി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ റിംഗ് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കാം, കാറ്റിൽ ആർ ടെസ്റ്റഡ് ഫോർ ദ പ്രസൻസ് ഓഫ് ആൻറ്റിബോഡീസ് ടു ദ ഓർഗാനിസം ഇൻ ദ റിംഗ് ടെസ്റ്റ്. ഇവിടെ നമ്മൾ ഒരു പെർട്ടിക്കുലർ കാറ്റിൽ നടക്കുന്ന മിൽക്ക് എടുത്തിട്ടായിരിക്കും നമ്മൾ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ആ കാറ്റിലിനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി എന്താ ചെയ്യുന്നത്, കാറ്റിൽ ആർ ടെസ്റ്റ് ഫോർ ദ പ്രസൻസ് ഓഫ് ആൻറ്റിബോഡീസ് ടു ദ ഓർഗാനിസം അല്ലേ. അത്രയേ ഉള്ളൂ. ഓർഗാനിസത്തിനെതിരെയുള്ള ആൻറ്റിബോഡി ഓർഗാനിസം ഉണ്ടാക്കുന്ന ആൻറ്റിജൻ അല്ല മക്കളെ. ഓർഗാനിസത്തിനെതിരെയുള്ള ആൻറ്റിബോഡി ഈ മിൽക്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ് പോസിബിൾ ആകും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക.
ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ആൻറ്റിജൻ ഏതാ? അത് മിക്കവാറും കിൽഡ് അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള നമ്മുടെ ബ്രൂസെല്ല അബോർട്ടസ്, ബ്രൂസെല്ല മിലിറ്റൻസിൻ്റെയൊക്കെ മിലിറ്റൻസ് അത് കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ ആയിരിക്കും. അതിനോടൊപ്പം നമ്മൾ സ്റ്റെയിൻ ആയിട്ട് ഹെമറ്റോസൈലിനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഉണ്ടാക്കുന്ന ആൻറ്റിജൻ മിക്കവാറും എന്താണ് ബ്രൂസെല്ല അബോർട്ടസ് അല്ലെങ്കിൽ ബ്രൂസെല്ല മിലിറ്റൻസ് എന്നായിരിക്കും. അതിനൊപ്പം ഹെമറ്റോസൈലിൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് സ്റ്റെയിനും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഈ ആൻറ്റിജൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആൻറ്റിജൻ ഉണ്ടോ എന്നുള്ളതല്ല, മിൽക്കിലെ ആൻറ്റിബോഡി ഉണ്ടോ എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനുവേണ്ടി എന്ത് ആഡ് ചെയ്യും? ആൻറ്റിജന ആഡ് ചെയ്ത് കൊടുക്കും. ആൻറ്റിജന നമ്മൾ എന്താണ് ഒരു സ്റ്റെയിൻ വെച്ചിട്ട് ഇത് കളർ ചെയ്ത് ആൻറ്റിജന നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലേ. നോക്കാം, കാറ്റിൽ ആർ ടെസ്റ്റഡ് ഫോർ ദ പ്രസൻസ് ഓഫ് ആൻറ്റിബോഡീസ് ടു ദ ഓർഗാനിസം ഇൻ ദ റിംഗ് ടെസ്റ്റ്. റിംഗ് ടെസ്റ്റിൽ എന്താണ് ആൻറ്റിബോഡീസിൻ്റെ പ്രസൻസ് ആണ് പരിശോധിക്കുന്നത്. അതുപോലെ സ്റ്റെയിൻഡ് ആൻറ്റിജൻ ഈസ് മിക്സ്ഡ് വിത്ത് ദ ടെസ്റ്റ് മിൽക്ക്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിൽക്കിലേക്ക് നമ്മൾ സ്റ്റെയിൻഡ് ആൻറ്റിജൻ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇഫ് ആൻറ്റിബോഡീസ് ടു ബ്രൂസെല്ല ആർ പ്രസന്റ്, അതിനെ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേടാ അതിൻ്റെ ശരീരത്തിൽ എന്ത് ആൻറ്റിജനെതിരെ ആൻറ്റിബോഡി ഉണ്ടായി വരത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ദേ വിൽ കോസ് ദ ആൻറ്റിജൻ ടു clump and rise with the milk fat on standing to form an intense blue violet ring at the top of the milk. ഇത്രയേ ഉള്ളൂ. നമുക്കിതിനകത്ത് ഇൻക്യുബേഷനൊക്കെ പറയുന്നുണ്ട്. ഇൻക്യുബേഷൻ നിങ്ങളിവിടെ പറയുന്നില്ല. 70 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇൻക്യുബേറ്റ് ചെയ്താൽ അത്രയും നല്ലത് കേട്ടോ. ഓക്കെ, നമുക്കിപ്പോൾ പ്രാക്ടിക്കൽ സെൻസിൽ നമുക്ക് ഇൻക്യുബേറ്റ് ചെയ്യാതെ തന്നെ പലപ്പോഴും റിസൾട്ട് കിട്ടാറുണ്ട്. ഇതിനകത്ത് നമ്മൾ കുറച്ച് നേരം അനക്കാതെ വെച്ചിരുന്നാൽ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അനക്കാതെ വെച്ച് തന്നെ റിസൾട്ട് കിട്ടും ഈ ടെസ്റ്റിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്ര കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. എന്താണ് ക്യാറ്റിൽ മിൽക്കിൽ എന്തുണ്ടോ അല്ലെങ്കിൽ ബ്രൂസെല്ല ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് റിംഗ് ടെസ്റ്റ്. ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, ഈ റിംഗ് ടെസ്റ്റിൽ നമ്മൾ എന്താ ടെസ്റ്റ് ചെയ്യുന്നത്? ഈ മിൽക്കിൽ ഇതിൻ്റെ ഈ അസുഖത്തിനെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇത് മനസ്സിലാക്കി വെച്ചേക്കണം. അതുപോലെ ഇതിനു വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന സാധനം എന്നതാ ആൻറ്റിജൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഒരു സ്റ്റെയിൻഡ് ആൻറ്റിജൻ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മളിവിടെ അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യം അറിഞ്ഞിരുന്നാൽ മതി. ഒരുപാട് വലിയ റോക്കറ്റ് സയൻസ് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരത്തില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ വരത്തുള്ളൂ. എന്നാലും ബ്രൂസെല്ലയെ കുറിച്ച് ഇനി പഠിക്കാൻ നിങ്ങൾ അങ്ങും പോകരുത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പരീക്ഷകൾക്ക് വേണ്ടി വേറെ അങ്ങും പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ അല്ലേടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐസൊലേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ. ഇവിടെ എന്തൊക്കെയാണ് പഠിച്ചിരിക്കേണ്ടത്? ബ്രൂസെല്ല ആർ ഫാസ്റ്റിഡിയസ് ഓർഗാനിസംസ് അല്ലേ. ഫാസ്റ്റിഡിയസ് ഓർഗാനിസംസ് ആണ് ബ്രൂസെല്ല എന്ന് പറയുന്നത്. അതായത് അതിനെ സന്തോഷിപ്പിക്കാൻ വലിയ പാടാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി കൾച്ചർ ചെയ്തൊക്കെ ഇതിനെ നെഗറ്റീവ് ആണോ എന്ന് ഈ സാമ്പിൾ തെളിയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം എന്താ, 3 ആഴ്ച കാലമൊക്കെ ഇൻക്യുബേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും അല്ലേ. യെസ്, അതുപോലെ അപ്പോൾ നമുക്ക് എളുപ്പത്തിന് എങ്ങനെ അറിയാൻ പറ്റും? നമുക്കൊരു അനിമലിൽ ബ്രൂസെല്ലോസ് ഉണ്ടോ സംശയിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് കുറേ മിൽക്ക് സാമ്പിൾ ഉണ്ടോ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഈസി ആയിട്ട് റിംഗ് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിശോധന നടത്താൻ പറ്റും. എന്താ റിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്ന് ആലോചിച്ച് പറഞ്ഞേ. എന്താണ്? നമ്മൾ എടുക്കുന്ന മിൽക്ക് സാമ്പിളിൽ എന്തുണ്ടോന്ന്, ആൻറ്റിബോഡി ഉണ്ടോ എന്ന് അല്ലേ. എന്തിനെതിരെയുള്ള? ബ്രൂസെല്ലയ്ക്കെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ടോ എന്ന് പരിശോധിക്കുക ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? സ്റ്റെയിൻഡ് ആൻറ്റിജൻ ആണ് ആഡ് ചെയ്യുന്നത് അല്ലേ. സ്റ്റെയിൻഡ് ആൻറ്റിജൻ ആഡ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ, പ്രത്യേകിച്ച് ഇൻക്യുബേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗം കിട്ടും അല്ലേ. അപ്പോൾ അത് നമ്മൾ നോക്കുക. ഇത്തരത്തിൽ അസുഖം പോസിറ്റീവ് ആണെങ്കിൽ ഒരു പർപ്പിൾ റിംഗ് മുകളിൽ ഫോം ചെയ്യും അല്ലേ. അതുപോലെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ച മിക്സ് അതുപോലെ തന്നെ കിടക്കും. ഒരു ഓവറാൾ ഒരു പിങ്ക് കളർ മൊത്തത്തിൽ ഉണ്ടാവും അല്ലേ. ഇത്തരത്തിലുള്ള റിംഗ് ഒന്നും ഫോം ചെയ്യത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇതാണ് പോസിറ്റീവ്, ഇതാണ് നെഗറ്റീവ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രൂസെല്ലയുടെ സാന്നിധ്യം വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അസോസിയേഷൻ വിത്ത് ഫുഡ് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ലളിതമായിട്ട് ഓർത്തിരിക്കുക. Although brucellose has sometimes been associated with the consumption of inadequately cooked meat from the infected animals, raw milk or cream are the principal food vehicles. ഉണ്ടോ? പ്രിൻസിപ്പൽ ഫുഡ് വെഹിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും റോ മിൽക്ക് അല്ലെങ്കിൽ ക്രീമാണ്. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഒരു കുട്ടി ഒന്ന് പാൽ കുടിക്കാണ്ട. അപ്പോൾ പശു അമ്മയാണ് എന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാരുടെ വാദം. അങ്ങനെ പശുവിൻ്റെ പാൽ കുടിക്കുന്നത് അവനെ അമ്മയായിട്ട് കാണണം. നല്ലത് തന്നെയാണ് ഒരു അനിമലിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നത്, സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്നാൽ കൂടിയും ഇങ്ങനെയൊന്നും സ്നേഹിച്ച് കളയരുത്. സ്നേഹിച്ച് കളഞ്ഞാൽ ബ്രൂസെല്ലോസ് കൊച്ചുങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നോക്കാം. ആൾദോ ബ്രൂസെല്ലോസിസ് ഈസ് സംടൈംസ് ബീൻ അസോസിയേറ്റഡ് വിത്ത് ദ കൺസംപ്ഷൻ ഓഫ് ഇനാഡിക്വേറ്റ്ലി കുക്ക്ഡ് മീറ്റ്. നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് മീറ്റ് നമ്മൾ കഴിക്കുന്നു. മീറ്റ് കഴിക്കുമ്പോൾ അത് റോ ആയിട്ട് നമ്മൾ കഴിക്കാറില്ല. ഈവൻ ദോ നമ്മൾ കുക്കിംഗ് കറക്റ്റ് അല്ല, ഇനാഡിക്വേറ്റ്ലി കുക്ക്ഡ് മീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരാൻ പറ്റും? ബ്രൂസെല്ല വരാൻ പറ്റും. പക്ഷേ
പക്ഷേ എന്നിരുന്നാലും പ്രിൻസിപ്പൽ സോഴ്സ് എന്ന് പറയുന്നത് ഫുഡുമായിട്ട് ബന്ധപ്പെടുത്തുന്ന പ്രിൻസിപ്പൽ ഫുഡ് വെഹിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും റോ മിൽക്ക് അല്ലെങ്കിൽ ക്രീം ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. നോക്കാം, ശ്രദ്ധിക്കൂ. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയും ബ്രൂസല്ല ഈസ് റെഡിലി കിൽഡ് ബൈ നോർമൽ മിൽക്ക് പാസ്ചറൈസേഷൻ കണ്ടീഷൻസ്. സോ ദർ ഈസ് നോ റിസ്ക് ഫ്രം പാസ്ചറൈസ്ഡ് മിൽക്ക് ഓർ പ്രൊഡക്റ്റ് ഫ്രം ഇറ്റ്. അതുകൊണ്ട് തന്നെ പാസ്ചറൈസ്ഡ് മിൽക്ക് ആണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഷേക്ക് അടിച്ച് കുടിച്ചോ, എന്ത് വരില്ല, ബ്രൂസല്ല വരികയില്ല. ഓക്കെ, നമ്മൾ കടയിൽ പോയിട്ട് മിൽക്ക് ഷേക്ക് കുടിക്കുന്നത് തിളപ്പിച്ച പാലിലാണ്, അല്ലല്ല, പാസ്ചറൈസ് ചെയ്ത പാൽ എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ കുടിക്കുന്നത്. മിക്കവാറൊക്കെ നേരത്തെ പറഞ്ഞാൽ ആണ് എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ആയിരിക്കും കേട്ടോ. കാരണം പാസ്ചറൈസേഷനൊക്കെ അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ വലിയ മെഷീനറിയുടെ സഹായത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ ചീസ് മെയ്ഡ് ഫ്രം unpasteurized milk can sometimes pose a problem since the organism can survive the cheese making process and subsequent storage in the product. ഓക്കെ, ചീസ് നമ്മൾ അൺപാസ്ചറൈസ്ഡ് മിൽക്ക് വെച്ച് ഉണ്ടാക്കുന്ന ചീസുകളുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് മക്കളെ. ബ്രൂസല്ല വഴിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂടായികയില്ല. ഓക്കെ അല്ലേ? അപ്പോൾ അസോസിയേഷൻ വിത്ത് ഫുഡ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് പ്രധാനമായിട്ടും പ്രിൻസിപ്പൽ ഫുഡ് വെഹിക്കിൾ ഓഫ് ബ്രൂസല്ല എന്ന് ചോദിച്ചാൽ എന്താണ്? വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന്. റോ മിൽക്ക് ഓർ ക്രീം അല്ലേ? റോ മിൽക്ക് അല്ലെങ്കിൽ റോ ക്രീമാണ് പ്രിൻസിപ്പൽ ഫുഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് ബ്രൂസല്ലയുടെ അല്ലേ. പിന്നെ ഇനാഡിക്വേറ്റ്ലി കുക്ക്ഡ് മീറ്റ് വഴിയും വരാം? ബ്രൂസല്ല വരാം അല്ലേ. അതുപോലെ ബ്രൂസല്ല എങ്ങനെ പാസ്ചറൈസേഷൻ ടെമ്പറേച്ചറിൽ നശിച്ചു പോകുന്ന സാധനമാണ് ബ്രൂസല്ല, മറന്നു പോകരുത്. അതുപോലെ ചീസ് എങ്ങനെ അൺപാസ്ചറൈസ്ഡ് മിൽക്കിൽ നിന്ന് ഉണ്ടാക്കുന്ന ചീസിലും വഴിയും വരാം? ബ്രൂസല്ല വരാകുന്നതാണ്. നമ്മുടെ ജോലി എന്താണ്? പാസ്ചറൈസേഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക, പ്രത്യേകിച്ച് ഡയറി പ്ലാന്റുകളിലൊക്കെ. ഓക്കെ, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്രൂസല്ലയെക്കുറിച്ച്. ഇത്ര പഠിച്ചാൽ മതി, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് ഒന്നുകൂടെ കണ്ടുവരാം, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഓടിച്ച് പറഞ്ഞു പോകാം കേട്ടോ. മറവി ഉണ്ടാകാൻ പാടില്ലല്ലോ, മറവി ഉണ്ടാകാൻ പാടില്ല. ആരൊക്കെയാണ് മക്കളെ ഒന്ന് ഓർത്ത് നോക്കിയേ. സർ ഡേവിഡ് ബ്രൂസ് അല്ലേ? സർ ഡേവിഡ് ബ്രൂസ് 1887 ഇത് കണ്ടെത്തുന്നത്. എൻ്റെ പേരെന്തൊക്കെയാണ്? അണ്ടുവലിൻ ഫീവർ, മാൾട്ട ഫീവർ, മെഡിറ്ററേനിയൻ ഫീവർ എന്നൊക്കെ അറിയപ്പെടും അല്ലേ? അതാണ് ബ്രൂസല്ല. ഓക്കെ, അതുപോലെ എന്താണ് ഇത് അബോർട്ടസ് ആകുമ്പോഴത്തേക്കും ക്യാറ്റിലും ബഫലോയിലും, അതുപോലെ മെൽറ്റിൻസ് ആകുമ്പോൾ ഷീപ്പിലും ഗോട്ടിലും, അതുപോലെ സുയിസ് ആകുമ്പോഴത്തേക്കും പിഗിലും, അതുപോലെ കാനിസ് ആകുമ്പോഴത്തേക്കും കനൈൻസിൽ അല്ലേ. ഓക്കെ, അതുപോലെ ബ്രൂസല്ലോസ് എന്താണ്? പ്രിൻസിപ്പലി എവിടെ നിന്നാണ്? ക്ലോസ് അസോസിയേഷൻ മൂലമാണ് കോൺട്രാക്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഒക്കുപേഷണൽ ഡിസീസാണ്, ഇതൊരു സൂനോട്ട് ഡിസീസാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ബ്രൂസല്ലയ്ക്ക് ഉണ്ട്. സ്ലാട്ടർ ഹൗസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ വെറ്റിനറിയൻസിനൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതുപോലെ കൺസപ്ഷൻ ഓഫ് അൺപാസ്ചറൈസ്ഡ് മിൽക്ക് വഴി നമുക്കിത് വരാൻ സാധ്യതയുണ്ട്. ഇനി ഓർഗാൻസിൻ്റെ ക്യാരക്ടർ നോക്കുമ്പോഴത്തേക്കും ബ്രൂസല്ല ഗ്രാം നെഗറ്റീവാണ്, ഗ്രാം സ്റ്റെയിനിങ് വഴി കിട്ടത്തില്ല. ഷോർട്ട് ഓവൽ ഓർ റോഡ് ഷേപ്പ്ഡ് ആണ്, നോൺ മോട്ടൈലാണ്. അതുപോലെ ഒപ്റ്റിമലി അറൗണ്ട് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് വളരുന്നത്. അതുപോലെ കിൽഡ് ബൈ ഹീറ്റിംഗ് അറ്റ് 60 സെൻറ്റിഗ്രേഡ് ഫോർ 7 to 10 മിനിറ്റ്സ് അല്ലേ. അതുപോലെ ഇതിൻ്റെ പാത്തോജൻസ് ആൻഡ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുമ്പോഴത്തേക്കും ഇത് മാത്രം പഠിച്ചാൽ കൂടുതൽ ഒന്നും നോക്കണ്ട. 1 to 6 വീക്സ് ആണ് എൻ്റെ നമ്മുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഏകദേശം എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം കേട്ടാൽ മതി, നിങ്ങൾക്ക് കിട്ടും. പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ടെട്രാസൈക്ലിനും സ്ട്രെപ്റ്റോമൈസിനും വെച്ചുള്ള ലോങ് ടേം ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ ഐസൊലേഷൻ ഐഡൻറ്റിഫിക്കേഷൻ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം ബ്രൂസല്ല ആർ ക്വൈറ്റ് ഫാസ്റ്റിഡീസ് ഓർഗാനിസംസ് ആണല്ലേ. അവയെ അങ്ങനെ സന്തോഷിപ്പിച്ച് പെട്ടെന്ന് നിർത്താൻ പറ്റത്തില്ല. ഓക്കെ, അതുപോലെ നമുക്ക് ലിവർ ഇൻഫ്യൂഷനോ അതുപോലെ കാഫ് സീറോ ഒക്കെ പലപ്പോഴും ആവശ്യമായിട്ട് വരും കേട്ടോ. അത് ഓർഗാനിസംസ് ഗ്രോ സ്ലോലി ആൻഡ് അല്ലേ. അതുപോലെ തന്നെ ചെറുതായിട്ട് വളരുന്നതുകൊണ്ട് തന്നെ നമുക്കിത് നോർമലി എന്തിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി അങ്ങനെ ഉപയോഗിക്കാറില്ല. സോ അതുപോലെ കാറ്റിലിനെ എങ്ങനെ നമ്മൾ റിംഗ് ടെസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താ ടെസ്റ്റ് ചെയ്യുന്നത്? കിട്ടിയ പാലിൽ, കിട്ടിയ റോ മിൽക്കിൽ എന്തുണ്ടോ എന്ന് നോക്കും, ആൻറ്റിബോഡി ഉണ്ടോ എന്ന് നോക്കും അല്ലേ. ആ പശുവിന് എന്തെങ്കിലും ഇതിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ശരീരത്തിൽ അതിൻ്റെ ആൻറ്റിബോഡി ഉണ്ടായി വരത്തുള്ളൂ. കാരണം അത് ലോങ് ടേം ആയിരിക്കും. ആൻറ്റിബോഡി ഉണ്ടായി വന്നാൽ അത് ഒരു ലോങ് ടേം ആണ്, വളരെ വലിയ കാലമൊക്കെ ഇതിങ്ങനെ നീണ്ടു നിൽക്കും കേട്ടോ, നമ്മൾ അറിയുകയില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ശരീരത്തിൽ എന്തുണ്ടാകും? ആൻറ്റിബോഡി ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ ആൻറ്റിബോഡി ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആൻറ്റിജൻ അല്ലേ നമ്മൾ സ്റ്റെയിൻ ചെയ്ത ആൻറ്റിജനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അസോസിയേഷൻ വിത്ത് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും വഴിയാണ്? പ്രിൻസിപ്പൽ ഫുഡ് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ റോ മിൽക്ക് ഓർ റോ ക്രീമാണ്. അതായത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്ത സാധനങ്ങളാണ്. അതുപോലെ ഇനാഡിക്വേറ്റ്ലി കുക്ക്ഡ് മിൽക്ക് വഴിയും ഇത് വരാവുന്നതാണ്. അതുപോലെ ബ്രൂസല്ല ഈസ് റെഡിലി കിൽഡ് ബൈ നോർമൽ മിൽക്ക് പാസ്ചറൈസേഷൻ അല്ലേ. ചുമ്മാ പാസ്ചറൈസ് ചെയ്ത മിൽക്ക് വെച്ച് തന്നെ നമുക്ക്
അതിന് പ്രശ്നം വരില്ല, നമുക്ക് അത് പിന്നെ അസുഖം വരികയില്ല. പിന്നെ ചീസ് ഉണ്ടാക്കാറുണ്ട് പലപ്പോഴും, എന്താണ് അൺപാസ്ചറൈസ്ഡ് മിൽക്ക് വെച്ച് ചീസ് ഉണ്ടാക്കാറുണ്ട്, അതും ഒരു പ്രശ്നമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും അസേഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു റെക്കഗ്നൈസ്ഡ് ബ്രൂസെല്ല ആസ് ദ കാസുവേറ്റീവ് ഓർഗനൈസർ അണ്ടർലൈൻ ഫീവർ 1987? അല്ലേ, വർഷം വേറെ ചോദ്യമായിട്ട് ചോദിക്കാം കേട്ടോ, ഇവിടെ ചോദ്യത്തിന്റെ പേരിൽ ഞാൻ ഉൾപ്പെടുത്തുന്നേ 1887 അല്ലേ. ഓക്കെ, അപ്പൊ നോക്കാം. സർ ഡേവിഡ് ബ്രൂസ്. ഇനി ഈ ക്വസ്റ്റ്യൻ വേറെ ഏതൊക്കെ രീതി ചോദിക്കാം? ആരുടെ പേരിന്റെ ആഫ്റ്റർ ആണ് നമുക്ക് ബ്രൂസെല്ലയ്ക്ക് പേര് കൊടുത്തെന്ന് ചോദിക്കാം അല്ലേ. അവിടെ ഡേവിഡ് ബ്രൂസ്, വേറെ ഏതെങ്കിലുമൊക്കെ ബ്രൂസുകൾ അങ്ങനെ ബ്രൂസ് പേരൊക്കെ തരാം. അപ്പോൾ എന്താണ് സർ ഡേവിഡ് ബ്രൂസിന്റെ പേരിനെ ആസ്പദമാക്കിയാണ് എന്താ ബ്രൂസെല്ലയ്ക്ക് ആ ഒരു പേര് കൊടുത്ത് അങ്ങനെ ചോദിക്കാം. അപ്പോൾ വർഷം ചോദിക്കാം. അങ്ങനെ 2-3 ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ കിടപ്പുണ്ടേ. ഓക്കെ അല്ലേ. അപ്പോൾ ഏതാണ് ഉത്തരം? ഡി ആണ് ഉത്തരം. ഫൈൻ. അപ്പോൾ നോക്കാം. വിച്ച് ബ്രൂസെല്ല സ്പീഷീസ് ഈസ് അസോസിയേറ്റ് വിത്ത് ക്യാറ്റിൽ? ക്യാറ്റിലുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ്? ബ്രൂസെല്ല അബോർട്ടസ് ആണല്ലേ. ബ്രൂസെല്ല അബോർട്ടസ് ആണ്. ബഫലോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ബ്രൂസെല്ല അബോർട്ടസ് ആണ് അല്ലേ. ഓക്കെ, അതുപോലെ പിഗുമായിട്ട് ബന്ധപ്പെട്ടത് ബ്രൂസെല്ല സുയിസ്, അതുപോലെ നമ്മുടെ ഷീപ്പ്, ഗോട്ട്, ബ്രൂസെല്ല മിൽറ്റൻസിസ് അല്ലേ. അതുപോലെ കാനിസ് എന്ന് പറയുമ്പോൾ ഡോഗ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ ബ്രൂസെല്ലോസ് പ്രൈമറി കോൺട്രാക്ട് ഫ്രം ക്ലോസ് അസോസിയേഷൻ വിത്ത് എന്തുമായിട്ട് ഇൻഫെക്റ്റഡ് ആനിമൽസുമായിട്ട് നമ്മൾ കൃത്യമായിട്ട് ക്ലോസ് നമ്മൾ ഒരു അസോസിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അസുഖം വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ അല്ലേ, ബി ആണ് ഉത്തരം. ഇനി നോക്കാം. വിച്ച് ബ്രൂസെല്ല സ്പീഷീസ് ഈസ് അസോസിയേറ്റ് വിത്ത് ഷീപ്പ് ആൻഡ് ഗോട്ട്സ്? ഷീപ്പ് ആൻഡ് ഗോട്ട് ഏതാണ്? ബ്രൂസെല്ല മിലിറ്റൻസിസ് ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. എ ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. എന്താണ് വരുന്നത്? വാട്ട് ടൈപ്പ് ഓഫ് പാത്തജൻ ഈസ് ബ്രൂസെല്ല? എങ്ങനെയുള്ളതാണ്? ഗ്രാം നെഗറ്റീവ് ആണ്, നോൺ മോട്ടൈൽ ആണ്. ഗ്രാം പോസിറ്റീവ് അല്ല, ഗ്രാം നെഗറ്റീവ് ആണ്, നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഓർഗാനിസമാണിത് ബ്രൂസെല്ല എന്ന് പറയുന്നത്. അതിലെ വിച്ച് ഒക്കുപേഷൻ ഈസ് അറ്റ് ഹൈ റിസ്ക് ഫോർ കോൺട്രാക്ടിങ് ബ്രൂസെല്ലോസിസ്? താഴെ തന്നിരിക്കും ടീച്ചർമാർക്കല്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്കല്ല, വെറ്റിനറിയൻസിനാണ് കൂടുതൽ വരാൻ സാധ്യതയുള്ളത് അല്ലേ. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആയി പോയി. ഓക്കെ, വെറ്റിനറിയൻസ് മാത്രമല്ല, അതായത് ഫാമിംഗ് ചെയ്യുന്ന ഫാർമേഴ്സിന് വരാം, അതുപോലെ ബുച്ചർ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വരാം അല്ലേ, അവർക്കെല്ലാം വരാവുന്നതാണ്. അതുപോലെ വിച്ച് ബ്രൂസെല്ല സ്പീഷീസ് ഈസ് അസോസിയേറ്റ് വിത്ത് പിഗ്സ്? പിഗ്സുമായിട്ട് ബന്ധപ്പെട്ടത് ബ്രൂസെല്ല സുയിസ് ആണ്. അതുപോലെ പറഞ്ഞതുപോലെ ബ്രൂസെല്ല സുയിസ്. അതുപോലെ ദ ടെമ്പറേച്ചർ വിച്ച് ഈസ് ഓപ്റ്റിമൽ ഗ്രോത്ത് ഓഫ് ബ്രൂസെല്ല എന്നാണ്. ഏത് ടെമ്പറേച്ചറിലാണ്? 37 ഡിഗ്രി സെന്റിഗ്രേഡിൽ അത് വളരെ ഓപ്റ്റിമമായിട്ട് വളരും അല്ലേ. നല്ല ടെമ്പറേച്ചർ ഇഷ്ടമുള്ള ബ്രൂസെല്ലയ്ക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചർ 37 ഡിഗ്രി സെന്റിഗ്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ബ്രൂസെല്ല സ്പീഷീസ് ഈസ് അസോസിയേറ്റ് വിത്ത് ഡോഗ്സ് കാനിസ്? ചുമ്മാ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം ഡി കാനിസ് ആണെന്ന്. അതുപോലെ ബ്രൂസെല്ല ക്യാൻ സർവൈവ് ഇൻ മിൽക്ക് പ്രൊവൈഡഡ് ദ അസിഡിറ്റി റിമൈൻസ്? നോക്കാം. ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്കിപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രൂസെല്ലയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അൺപാസ്ചറൈസ്ഡ് മിൽക്കിലാണ് ബ്രൂസെല്ല ഉണ്ടാവുക എന്ന് പറഞ്ഞു. അൺപാസ്ചറൈസ്ഡ് മിൽക്ക് നമ്മൾ കുറേ നേരം വെച്ചിരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? 37 ഡിഗ്രി സെന്റിഗ്രേഡ് വെച്ച് സംഭവിക്കും, അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? നോർമലി എന്ന് പറയുമ്പോൾ നമ്മൾ മിൽക്ക് ഔട്ട് ചെയ്ത് എടുക്കുന്ന മിൽക്കിൽ നമ്മൾ എത്ര ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ എന്തുണ്ടാവും? സ്പോയിലേജ് ഓർഗാനിസംസ് ഉണ്ടായിരിക്കും, ഉറപ്പാണ് ആ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കും മക്കളെ? ലാക്റ്റിക് ആസിഡ് ഡെവലപ്പ് ആവും അല്ലേ. എപ്പോഴും നമ്മൾ അസിഡിറ്റി എന്തിൻ്റെ കണക്കാക്കുന്നത്? ഡയറിയിലൊക്കെ പഠിക്കാറുണ്ട് നമ്മൾ. എന്താണ്? പെർസെൻറ്റേജ് ഓഫ് ലാക്റ്റിക് ആസിഡ് അല്ലേ, പെർസെൻറ്റേജ് ലാക്റ്റേറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് അസിഡിറ്റി ലെവല് എങ്ങനെ 0.5 താഴെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ സാധനത്തിന് സർവേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അസിഡിറ്റി കുറഞ്ഞിരുന്നാൽ, അതായത് അത് അസിഡിക്കായി നശിച്ചു കഴിയുകയോ അല്ലെങ്കിൽ അസിഡിറ്റി കൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ, അസിഡിറ്റി കൂടുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? റോ മിൽക്കിന്റെ അസിഡിറ്റി കൂടുക എന്ന് പറയുമ്പോൾ എന്താണ്? മിൽക്ക് നശിച്ചു പോവുക എന്നുള്ളതാണ് അല്ലേ. മിൽക്ക് പിരിഞ്ഞു പോവുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, മിൽക്ക് പിരിഞ്ഞു പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോഴത്തേക്കും അസിഡിക് കൊയാഗുലേഷൻ ആണല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? നമുക്കിവിടെയുള്ള ലാക്ടോസ് ലാക്റ്റിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അതൊക്കെ അതിൻ്റെ പിന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്ക്, ശ്രദ്ധിക്കൂ, ഈ പറഞ്ഞ ഒരു വാല്യൂ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. എത്രയാണ്? 0.5 കുറവ് പെർസെൻറ്റേജ് ലാക്റ്റിക് ആസിഡ് ആണ് അതിൻ്റെ അസിഡിറ്റി ലെവലെങ്കിൽ മാത്രം അതിനകത്ത് സർവേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർത്ത്. ഓക്കെ അല്ലേടാ? ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കാം. ബ്രൂസെല്ലോസ് ക്യാരക്ടറൈസ്ഡ് ബൈ ആൻ ഇൻക്യുബേഷൻ പീരീഡ് ഓഫ്? ഇൻക്യുബേഷൻ പീരീഡ് എത്ര മക്കളെ? 1 മുതൽ 6 ആഴ്ച കാലയളവ് വരെയാണ് ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത് അല്ലേ. അതുപോലെ വിച്ച് ആന്റിബയോട്ടിക്സ് ആർ കോമൺലി യൂസ് ടു ട്രീറ്റ് ബ്രൂസെല്ലോസിസ്? ഏതൊക്കെയാണ്? ടെട്രാസൈക്ലിനും സ്ട്രെപ്റ്റോമൈസിനുമാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അല്ലേ. അതാണ് ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് ആണ്. അതുപോലെ ബ്രൂസെല്ല ഈസ് കിൽഡ് ബൈ ഹീറ്റിംഗ് ദ മീഡിയം അറ്റ് 63 ഡിഗ്രി സെന്റിഗ്രേഡ് ഫോർ 7 മുതൽ 10 മിനിറ്റ് സമയം നമ്മൾ ചൂടാക്കിയാലും മതിയാകും അല്ലേ. അതുപോലെ
അസേർഷൻ റീസണിങ് നോക്കാം. അനുമാനവും കാരണവും. ബ്രൂസല്ല അബോർട്ടസ് ഈസ് പ്രൈമർലി അസോസിയേറ്റ് വിത്ത് ക്യാറ്റിൽ. ശരിയാണ്. ബ്രൂസല്ല അബോർട്ടസ് ഈസ് പ്രൈമർലി അസോസിയേറ്റ് വിത്ത് ക്യാറ്റിൽ. ശരിയാണ്. ബ്രൂസല്ല സ്പീഷീസ് ആർ ഗ്രാം നെഗറ്റീവ്, കാറ്റലൈസ് പോസിറ്റീവ് ആൻഡ് നോൺ മോട്ടൈൽ ഓർഗാനിസംസ്. അതും ശരിയായ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ക്യാറ്റിലുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ കാരണമല്ല ഈ പറഞ്ഞിരിക്കുന്നത് അല്ലേ. രണ്ടും ശരിയായിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടിയും ഈ പറഞ്ഞിരിക്കുന്ന കാരണം ഇതിൻ്റെ കാരണം അല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണ്, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തേണ്ടതായിട്ട് വരും. ഓക്കെ. അതുപോലെ ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ് ഫ്രം ബിലോ. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതിയാലേ പറ്റത്തുള്ളൂ കേട്ടോ. പരീക്ഷ എഴുതണം കൃത്യമായിട്ട്, പരീക്ഷ എഴുതിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എല്ലാ ക്വസ്റ്റ്യനും തരത്തില്ല, പരീക്ഷയിൽ മാത്രമേ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തരത്തുള്ളൂ. ഓക്കെ. പരീക്ഷ എഴുതാതെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും കിട്ടുമെന്ന് വിചാരിക്കണ്ട. അതുപോലെ നോക്കാം, ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ് ഫ്രം ബിലോ. സർ ഡേവിഡ് ബ്രൂസ് റെക്കഗ്നൈസ്ഡ് ബ്രൂസല്ല ആസ് ദ കാസിവിറ്റി ഓർഗാനിസം ഓഫ് അണ്ടുലന്റ് ഫീവർ ഇൻ 1887 അല്ലേ. ആരാണ്? സർ ഡേവിഡ് ബ്രൂസ് തന്നെയാണ് കണ്ടുപിടിച്ചത് അല്ലേ. അണ്ടുലന്റ് ഫീവറിന്റെ കാരണമായിട്ട് കണ്ടുപിടിച്ച വർഷവും ശരിയാണ്, 1887. ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണത്. ബ്രൂസല്ല സ്പീഷീസ് ആർ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ദാറ്റ് ഗ്രോ ഒപ്റ്റിമലി അറ്റ് 37 ഡിഗ്രി സെന്റിഗ്രേഡ്. ഗ്രാം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇവിടെ ഒരു വര കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അയ്യോ നെഗറ്റീവ് എന്ന് നമ്മൾ പെട്ടെന്ന് ചോദ്യ പേപ്പർ വായിച്ചു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ സാധ്യത ഗ്രാം പോസിറ്റീവിൻ്റെ ഇടയ്ക്ക് ഒരു ഹൈഫൻ ഇടാറുണ്ട് കേട്ടോ. തെറ്റിപ്പോയത്. ഗ്രാം നെഗറ്റീവാണ്. ഇവിടെ തന്നെ പ്രസ്താവന തെറ്റി. ഇവിടെയും കൂടെ ശരിയായപ്പോഴും നമ്മുടെ മൈൻഡ് നമ്മളെ പറ്റിക്കും, നമ്മളെ കബളിപ്പിക്കും കേട്ടോ. അങ്ങനെ പറ്റരുത്. അതുപോലെ ബ്രൂസല്ല മിലിറ്റൻസിസ് അസോസിയേറ്റ് വിത്ത് ദ ഷീപ്പ് ആൻഡ് ഗോഡ്സ്. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നോട്ട് കറക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ബി ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. ബി ആണ്. ഓക്കെ. അപ്പോൾ അടുത്ത നോക്കാം, ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ കറക്റ്റ് ഫ്രം ബിലോ. താഴത്ത് നിന്ന് ശരിയായ പ്രസ്താവന. ബ്രൂസൽ ആർ ഗ്രാം പോസിറ്റീവ്, അവിടെ തന്നെ തെറ്റി അല്ലേ, ഗ്രാം നെഗറ്റീവ് ആണ്. അതുപോലെ സർ ഡേവിഡ് ബ്രൂസ് റെക്കഗ്നൈസ് ബ്രൂസൽ ആസ് എ കാസിറ്റീവ് ഓർഗാനിസം, അത് ശരിയാണല്ലേ. അതുപോലെ ബ്രൂസലോസ് ക്യാൻ ബി കോൺട്രാക്റ്റഡ് ബൈ കൺസ്യൂമിങ് മിൽക്ക് ഓർ മിൽക്ക് ഫ്രം പ്രോഡക്ട്സ് ഫ്രം ഇൻഫെക്റ്റഡ് ആനിമൽ. നോക്കുക, ഇൻഫെക്റ്റഡ് ആനിമലിൽ നിന്നുള്ള മിൽക്ക് പ്രൊഡക്ട്സോ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിലൂടെ ബ്രൂസലോസിസ് പകരാം അല്ലേ. അവിടെ പാസ്ചറൈസേഷനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ അത് ശരിയാണെന്ന് നമുക്ക് അനുമാനിക്കേണ്ടതായിട്ട് വരും. അതുപോലെ ബ്രൂസല്ല ഓർഗാനിസംസ് ആർ കിൽഡ് ബൈ ഹീറ്റിംഗ് 63 ഡിഗ്രി സെന്റിഗ്രേഡ് ഫോർ 7 to 10 minutes. അതും ശരിയായ പ്രസ്താവനയാണ് അല്ലേ. അപ്പോൾ ശരി ചോദിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ് 2, 3, 4 ശരിയാണ്. ഇത് തെറ്റാണ് അല്ലേ. അപ്പോൾ തെറ്റാണെന്ന് ആദ്യമേ കണ്ടെത്തിയാണ്. അപ്പോൾ 2, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ. അതുപോലെ ഹൗ ലോങ് ആർ ബ്രൂസല്ല കൾച്ചേഴ്സ് ടിപ്പിക്കലി ഇൻക്യുബേറ്റഡ് ബിഫോർ ദേ ആർ കൺസിഡേർഡ് നെഗറ്റീവ്. സാധാരണ 3 ആഴ്ച കൾച്ചർ ചെയ്താൽ നെഗറ്റീവാണ് നമുക്ക് വിധി എഴുതാൻ പറ്റത്തുള്ളൂ അല്ലേ. ഓക്കെ. അതുകൊണ്ട് നമ്മളതങ്ങനെ വേദന ചെയ്യാറുമില്ല. അതുപോലെ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ റിംഗ് ടെസ്റ്റ് ഇൻ കാറ്റിൽ? എന്തിനു വേണ്ടിയിട്ടാണ്? ടു ടെസ്റ്റ് ദ പ്രസൻസ് ഓഫ് ബ്രൂസല്ല ആൻറ്റിബോഡീസ്. ആണ്. ബ്രൂസല്ല ആൻറ്റിജൻ അല്ല, ബ്രൂസല്ല ആൻറ്റിബോഡിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാണുമ്പോൾ നമ്മൾ ടു ടെസ്റ്റ് ദ പ്രസൻസ് ഓഫ് ദ ബ്രൂസല്ല ആൻറ്റിജൻസ് കണ്ടുടനെ കണ്ണും പൂട്ടി അടിച്ചിട്ട് പോകരുത്. ആൻറ്റിബോഡിയുടെ പ്രസൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിംഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ ഇഫ് റിംഗ് ടെസ്റ്റ് ഈസ് പോസിറ്റീവ് വി ക്യാൻ ഫൈൻഡ് എന്താണ് ഫോർമേഷൻ ഓഫ് എ ക്ലിയർ റിംഗ് അറ്റ് ദ ബോട്ടം ആണോ? അല്ല. എന്താണ്? ഒരു ബ്ലൂ ഓർ വയലറ്റ് റിംഗ് അറ്റ് ദ ടോപ്പ് അല്ലേ. യെസ്, അതാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ സി ആണ് ഉത്തരം. ഇനി ബ്രൂസല്ലോ ഇസ് മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് ദ കൺസംപ്ഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഏതാണ്? റോ മിൽക്ക് ഓർ ക്രീമുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാം നമ്മൾ ക്ലാസ് കണ്ടവർക്ക് വളരെ എളുപ്പമാണ്, മറന്നുപോയാൽ പാടായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ പോസ് എ പ്രോബ്ലം വെൻ കംസ് ടു ബ്രൂസല്ല കണ്ടാമിനേഷൻ ഡയറി പ്രൊഡക്ട്സ്? എന്താണ്? പാസ്ചറൈസ്ഡ് ചീസ് ഒരു പ്രശ്നമല്ല. ചീസ് മെയ്ഡ് ഫ്രം അൺപാസ്ചറൈസ്ഡ് മിൽക്ക് പ്രശ്നമാണ്. യോഗർട്ടും ബട്ടറും പ്രശ്നമല്ല. കാരണം FSA വഴി അല്ല, FSA റെഗുലേഷൻ പ്രകാരം യോഗർട്ട് ബട്ടർ എന്നുള്ള അങ്ങനെ സാധനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കുറേ പ്രൊസീജിയർ കാര്യങ്ങളുണ്ട്. അതിൽ പാസ്ചറൈസേഷൻ നിർബന്ധമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചീസ് മെയ്ഡ് ഫ്രം അൺപാസ്ചറൈസ്ഡ് മിൽക്ക് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ബ്രൂസല്ല ആർ കൺസിഡേർഡ് ഫാസ്റ്റിഡിയസ് ഓർഗാനിസംസ് ബിക്കോസ് ദേ റിക്വയർ സ്പെസിഫിക് ന്യൂട്രിയൻസ് ആൻഡ് കണ്ടീഷൻസ് ടു ഗ്രോ. അതുകൊണ്ടാണ് അവയെ ഫാസ്റ്റിഡിയസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. അതുപോലെ ബ്രൂസല്ല ആർ ക്വൈറ്റ് ഫാസ്റ്റിഡിയസ് ഓർഗാനിസംസ് ആൻഡ് ഡു നോട്ട് ഗ്രോ ഇൻ കൺവെൻഷണൽ ലബോറട്ടറി മീഡിയ ബിക്കോസ് എന്തുകൊണ്ട്? വീണ്ടും അതേ കാര്യമാണല്ലോ. എന്താണ്? ദേ റിക്വയർ സ്പെസിഫിക് ഗ്രോത്ത് ഫാക്ടേഴ്സ് നോട്ട് പ്രസന്റ് ഇൻ കൺവെൻഷണൽ മീഡിയ അല്ലെ. കൺവെൻഷണൽ മീഡിയയിലുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് പോരാ, സ്പെസിഫിക് ഗ്രോത്ത് ഫാക്ടേഴ്സ് അവയ്ക്ക് ആവശ്യമാണല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ സി ആണ് ഉത്തരം. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടിപ്പിക്കൽ സിംറ്റം ഓഫ് ബ്രൂസലോസിസ്? ഫീവർ ഉണ്ടാവും, ഹെഡേക്ക് ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, സ്കിൻ റാഷസ് ഉണ്ടാവില്ല കേട്ടോ. സ്കിൻ റാഷസ് ഉണ്ടാവുകയില്ല. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചാണ് അല്ലേ. ഓക്കെ. അപ്പോൾ അതൊന്നും അങ്ങനെ കാണാൻ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങളത് പെട്ടെന്ന് ഒരു ഇതിൽ തന്നെ നമുക്ക് നോക്കിയാൽ കിട്ടുന്ന കാര്യമാണ്.
ഓക്കെ, ഇനി ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ കറക്റ്റ് ഫ്രം ബിലോ. നോക്കാം. ഇൻ ദ റിംഗ് ടെസ്റ്റ് ആൻ ഇന്റൻസ് ബ്ലൂ വയലറ്റ് റിംഗ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ മിൽക്ക് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ബ്രൂസെല്ല ആന്റിബോഡീസ്. ശരിയായ പ്രസ്താവന അല്ലേ? അതുപോലെ ബ്രൂസെല്ല ക്യാൻ സർവേ ദ ചീസ് മേക്കിംഗ് പ്രോസസ് ആൻഡ് സബ്സിക്വന്റ് സ്റ്റോറേജ് ഇഫ് ദ ചീസ് മെയ്ഡ് ഫ്രം അൺപാസ്ചറൈസ്ഡ് മിൽക്ക്. അതും ശരിയായ പ്രസ്താവന അല്ലേ? അല്ലേടാ? അവന് റോ മിൽക്ക് ഓർ ക്രീം ആർ ദ പ്രിൻസിപ്പൽ ഫുഡ് വെഹിക്കിൾസ് ഫോർ ബ്രൂസെല്ലോസിസ് അല്ലേ? റോ മിൽക്ക് ഓർ ക്രീം അതെല്ലാം ഇതിന്റെ പ്രിൻസിപ്പൽ ഫുഡ് വെഹിക്കിൾ ആയിട്ട് ആക്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ എന്താണ്? ഓൾ ഓഫ് ദീസ് ആണ് ശരി അല്ലേ? ഓൾ ഓഫ് ദീസ് എല്ലാം ശരിയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. തെറ്റായവയെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. ബ്രൂസെല്ല ആർ ഫാസ്റ്റിഡിയസ് ഓർഗാനിസംസ് ആൻഡ് ഡു നോട്ട് ഗ്രോ ഇൻ കൺവെൻഷണൽ ലബോറട്ടറി മീഡിയ. ശരിയായിട്ടുള്ള പ്രസ്താവന. ദ റിംഗ് ടെസ്റ്റ് ഈസ് യൂസ് ടു ടെസ്റ്റ് ഫോർ ദ പ്രസൻസ് ഓഫ് ബ്രൂസെല്ല ആന്റിജൻസ് ഇൻ കാറ്റിൽ. നോ, തെറ്റ്. ആന്റിബോഡിയെ കണ്ടെത്താനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? അതുപോലെ ബ്രൂസെല്ലോസിസ് ഇസ് എ കോമൺ ഡിസീസ് കോൺട്രാക്റ്റഡ് ഫ്രം കൺസ്യൂമിങ് കണ്ടാമിനേറ്റ് വെജിറ്റബിൾസ്. തെറ്റ് അല്ലേ? വെജിറ്റബിൾസ് കഴിച്ചാണെന്ന് ഉണ്ടാവുകയില്ല. അപ്പോൾ ഏതാടാ നോട്ട് കറക്റ്റ്? 2ഉം 3ഉമാണല്ലേ? അപ്പോൾ ഏതാ മക്കളെ ഉത്തരം? 2 അല്ലേ? പെട്ടെന്ന് നമുക്ക് ഈ 3 മാത്രം തെറ്റെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഈ ആൻറ്റിജൻ നമ്മളെ കണ്ണിൽ പെട്ടെന്ന് പെട്ടു എന്ന് വരില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇങ്ങനെയൊക്കെയാണ് തെറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് കട്ടക്ക് നിന്ന് പരീക്ഷ എഴുതിയാലേ കിട്ടത്തുള്ളൂ ബാക്കി ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? പരീക്ഷ എഴുതണം. ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ട് പരീക്ഷ എഴുതണം. ഇതുപോലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കിത് ഓരോ ക്ലാസ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. എല്ലാ ക്ലാസ്സുകളും ഞാനല്ല കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു മോഡലിലായിരിക്കും ക്ലാസ്സുകളെല്ലാം കൈകാര്യം. കാരണം ഒരു ക്ലാസ്സിൻ്റെ ടോപ്പിക്ക് ആ ക്ലാസ്സിനെ ബന്ധപ്പെടുത്ത പ്രീവിയസ് ക്വസ്റ്റിനും മോഡൽ ക്വസ്റ്റിനും അവസാനം ഡിസ്കസ് ചെയ്ത് നമ്മളെ മനസ്സിൽ ഉറപ്പിച്ച് പോകുന്ന പിന്നെ പരീക്ഷ എഴുതിച്ച് പോകുന്ന രീതിയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും അത്യാവശ്യം നിങ്ങളുടെ സഹകരണമാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ആ സഹകരണമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ബിക്കോസ് ഇത് നിങ്ങളുടെ സൗകര്യത്തിന് മാത്രം കാണാൻ പറ്റുന്ന ഓൺലൈൻ ക്ലാസ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അഡ്മിഷന് മുന്നോടിയായിട്ട് സഹകാരിയുടെ വെബിനാർ മീറ്റുകളിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും അതുപോലെ സ്ഥലവും നോക്കുന്ന കോഴ്സും കൂടെ കൃത്യമായിട്ട്, ഇത് TA ആണെങ്കിൽ TA, ഫുഡ് സേഫ്റ്റി ഓഫീസർ ആണെങ്കിൽ FSO എന്നുള്ള കോഡും കൂടെ വാട്സപ്പ് ചെയ്താൽ മതിയാവും. നമുക്ക് നേരിട്ട് സംസാരിച്ച ശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഫുഡ് സേഫ്റ്റി വകുപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വാതിലുകൾ മലർക്കെ തുറന്നിരുന്നുകൊണ്ട് അവിടേക്ക് ഇടിച്ച് കയറാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിജയാശംസ തരികയാണ്. താങ്ക് യു.